അങ്ങനെ സെക്കൻഡ് വീക്കിലെ ജയിൽ നോമിനേഷൻ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്ന് അർജുനും ഒന്ന് നിഷാനും. അർജുനെ സെലക്ട് ചെയ്തത് പവർ ഹൗസ് ടീമിലെ അംഗങ്ങളാണ്. ഡയറക്റ്റായിട്ട് ജയിൽ നോമിനേഷനായിരുന്നു. നിഷാനെയും ഗ്രൂപ്പിലെ അംഗങ്ങളും കൂടെ കൂടി. അപ്പം ഇതോടുകൂടി തന്നെ അർജുൻ നല്ല രീതിയിൽ ട്രിഗറായി തൻ്റെ ഗെയിമിലേക്ക് തിരിച്ചു വന്നെന്ന് എനിക്ക് തോന്നപ്പെടുന്നു. അർജുൻ പൊതുവെ ഒരു മീഡിയം ലെവൽ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇതോടുകൂടി തന്നെ അർജുൻ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ച് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി തൊട്ട് അർജുൻ്റെ ഗെയിം കളിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ ഈ ഒരു വീക്കിലെ പവർ ടീം വളരെ 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 തോൽവിയായിരുന്നു എന്ന് തന്നെ പറയാം. അവരവിടെ ഒരു ഒബ്സർവേഷൻ ഒരു കാര്യങ്ങളും നടത്തുന്നില്ല. ഇവിടെ ഒട്ടും കളിക്കാതിരുന്ന സുരേഷ്, ഹൻസിബ തുടങ്ങിയവരെയൊന്നും ഇതിൻ്റെ അകത്തോട്ട് ഗെയിമിലോട്ട് കൊണ്ടുവരാനോ എന്നൊന്നും പറഞ്ഞ് ഇവർ ജയിലിൽ വിടുന്നില്ല. പകരം അത്യാവശ്യം കളിച്ച രണ്ടുപേരെയാണ്, അർജുനെയും നിഷാനെയാണ് ജയിലിലേക്ക് വിട്ടത്. ഇവർ വളരെ തോൽവിയുള്ളൊരു പവർ ടീമാണ് ഇപ്പം നമ്മുടെ ഹൗസിലുള്ളത്. ഇനിയിപ്പം അർജുൻ്റെ ഗെയിം എന്താണെങ്കിലും മാറാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അടുത്ത വീക്കിൽ ശക്തമായൊരു ഗെയിമിലേക്ക് പുള്ളി വരുന്നുണ്ട്. പുള്ളി പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇപ്പം ഇതിൽ തൻ്റെ പേര് വെച്ചതിന് ബിഗ് ബോസിൽ കാണിച്ച് അതിനും ശിക്ഷ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വീക്ക് എന്താണെങ്കിലും നിഷാനയ്ക്കും കുറച്ച് ഓട്സ് കിട്ടും. കാരണം അത്യാവശ്യം അടുത്ത വീക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ടീമിലെ അംഗമാണ്